ഇറക്ഷൻ എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ പ്രോസസ്സ് അല്ല. നമ്മൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ഇറക്ഷൻ വരില്ല, പേടിയുണ്ടെങ്കിൽ ഇറക്ഷൻ വരില്ല. കാരണം ഇതിന്റെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബ്രെയിനിൽ നിന്നാണ്. സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബ്രെയിനിലാണ്. സ്പൈനൽ കോഡ് പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ഇറക്ഷൻ ഉണ്ടാവില്ല. കാരണം എന്താ, സ്പൈനൽ കോഡിൽ ആ പാത്ത് വരുന്ന ഇവിടെ ബ്രെയിനിൽ നിന്ന് സിഗ്നൽ വന്നു, സ്പൈനൽ കോഡിൽ സുഷുമ്നയിലോട്ട് ഇറങ്ങി, സുഷുമ്നയിലുള്ള ന്യൂക്ലിയസുകളിൽ അതിന് മോഡുലേഷൻ നടക്കുന്നു, നാഡികളിലോട്ട് വരുന്നത്, നാഡികളിൽ നിന്ന് ബ്ലഡ് സ്ട്രീമിലോട്ട് ഇമ്പൾസ് പോവുക ചെയ്യുക. അപ്പോൾ എവിടെ വേണമെങ്കിലും പ്രോബ്ലം വന്നാൽ നമുക്ക് ഉദാഹരണം ഉണ്ടാവില്ല. ബ്രെയിനിന്റെ പ്രോബ്ലം നമുക്ക് ടെൻഷനുള്ള സമയത്ത്, ആ സമയത്തൊന്നും അതൊക്കെ സപ്രസ്ഡ് ആയിരിക്കും. സ്പൈനൽ കോഡിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, ഇറക്ഷൻ ഉണ്ടാവില്ല രോഗികൾക്ക്. അതുപോലെ തന്നെ സ്പൈനൽ കോഡിൽ നിന്ന് പുറത്തിറങ്ങി നാഡികൾ വരുന്നു, നാഡികളിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്. അതാണ് ഞാൻ പറഞ്ഞത്, ഡയബറ്റീസിലൊക്കെ എന്താ ഉണ്ടാകുന്നത്, നാഡികൾക്ക് ഡാമേജ് ഉണ്ടാകുന്നത്. ഡയബറ്റീസ് ഉള്ള രോഗികൾക്ക് കുറേ കാലം ഡയബറ്റീസ് ഉള്ള ആൾക്കാരിലൊക്കെ നാഡികളിൽ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. ന്യൂറോപ്പതി എന്ന് പറയും, ന്യൂറോപ്പതി. ആ ന്യൂറോപ്പതിയുടെ കാരണത്താൽ ഇറക്ഷൻ്റെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അത് വളരെ കോമൺ ആണ്. വൺ ഓഫ് ദ കോമണസ്റ്റ് കോസ് ഓഫ് ഇറക്ടൽ ഡിസ്ഫങ്ഷൻ, ഓർഗാനിക് ഇറക്ടൽ ഡിസ്ഫങ്ഷൻ. ഓർഗാനിക് ഇറക്ടൽ ഡിസ്ഫങ്ഷൻ എന്ന് വെച്ചാൽ നമ്മളുടെ ബോഡിയിലുള്ള ഒരു പ്രോബ്ലം, അതായത് എക്സെപ്റ്റ് സൈക്കോളജിക്കൽ, ആ ബ്രെയിനിന്റെ പ്രോബ്ലം അല്ലാത്ത രീതിയിൽ വരുന്ന ഇറക്ടൽ ഡിസ്ഫങ്ഷനിൽ ഏറ്റവും, അതായത് സൈക്കോളജിക്കൽ ഇറക്ടൽ ഡിസ്ഫങ്ഷനാണ് ഒരു സെറ്റ്. അതായത് നമുക്ക് ടെൻഷൻ, ആങ്ഷൈറ്റി, സ്ട്രെസ് ഉള്ളപ്പോൾ ഇറക്ഷൻ കിട്ടില്ല ഡെഫിനറ്റ്ലി. അതൊരു സെറ്റ്. അടുത്താണ് ഓർഗാനിക് ഇറക്ടൽ ഡിസ്ഫങ്ഷൻ. അതായത് നമ്മുടെ ഈ ബ്രെയിനിൽ നിന്നുള്ള പാത്വേയിൽ നിന്ന് വരുന്ന ആ ഇമ്പൾസ്, പാത്വേയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, സ്പൈനൽ കോഡിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, നാഡികളിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, അല്ലെങ്കിൽ പെനിസിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, പെനിസിലുള്ള ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, അവയെ പറയുന്ന പേരാണ് ഓർഗാനിക്. അത് ഓർഗൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇറക്ടൽ ഡിസ്ഫങ്ഷൻ. അപ്പോൾ ഓർഗൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇറക്ടൽ ഡിസ്ഫങ്ഷനിൽ ഏറ്റവും കോമണസ്റ്റ് കോസ് എന്ന് വെച്ചാൽ ഡയബറ്റീസ് ആണ്. ഇത്രയും ഡയബറ്റീസ് രോഗികൾ ഇന്നുണ്ട്. ഇപ്പം ഇന്ത്യ എന്ന് വെച്ചാൽ ഡയബറ്റീസിന്റെ തലസ്ഥാനമാണ് അല്ലെ, വേൾഡിലെ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ഉള്ള രോഗികൾ ഉള്ള സ്ഥലമാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്ര ശതമാനം ഡയബറ്റീസ് രോഗികളിൽ ഒരു വലിയ ശതമാനം ആൾക്കാർക്കെങ്കിലും ഈ ഒരു പ്രോബ്ലം ഉണ്ടാവും. ജനറലി നല്ല കൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ്, നല്ല ട്രീറ്റ്മെന്റ് ഉള്ള ആൾക്കാരിൽ ഇത്തരം പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ ഒരു ലോങ് ടേം ഡയബറ്റീസ്, അൺകൺട്രോൾഡ് ഡയബറ്റീസ്, അതിലൊക്കെ വളരെ കോമൺലി കാണുന്ന ഒരു പ്രോബ്ലമാണ് ഈ ഇറക്ടൽ ഡിസ്ഫങ്ഷൻ.